ഓപ്ഷൻസ് ഉണ്ട് ഓരോ ക്വസ്റ്റിനും ഓരോ ഐറ്റത്തിനും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നേ കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ കൂടെ റിച്ചാർജ് ആൻഡ് റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ അത് അപ്രോപ്രിയേറ്റ് ആണ്. കാരണം ഇതിലിപ്പോ രണ്ട് ആൻസർ കറക്റ്റ് ആയിട്ട് വരില്ല ഒരു ഐറ്റത്തിന്. എന്താണ് നമ്മൾ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കണം. അപ്പൊ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ഷേപ്പ് തരും. എന്നിട്ട് ഇതിൽ ഏതാണ് ട്രയാങ്കിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സർക്കിളും സ്ക്വയറും ഒക്കെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഏതാണ് ഇതില് എക്സാമ്പിൾ ട്രയാങ്കിൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രയാങ്കിൾ മാത്രം ട്രയാങ്കിൾ ആയിട്ട് ആൻസർ വരുള്ളൂ. അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് അതിന്റെ റൈറ്റ് ഓർ റോങ് എന്നുള്ള ആ ഒരു ഔട്ട്കം മാത്രമേ ഇത്തരത്തിലുള്ള ഐറ്റംസിന് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ കെയർ റിലയബിലിറ്റി എന്താണ് അപ്രോപ്രിയേറ്റ് ആണ്. കറക്റ്റ് ഓർ കറക്റ്റ് ആൻസേഴ്സ് ഉള്ള ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് ഐറ്റംസ് ആയതുകൊണ്ട് കെയർ റിലയബിലിറ്റി ഈസ് അപ്രോപ്രിയേറ്റ് ഹിയർ. സെക്കൻഡ് വൺ ക്രോൺബാഷ് ആൽഫ. ഇവിടെ എന്താണെന്ന് വെച്ചാല് മോസ്റ്റ് കോമൺ ഇന്റേണൽ കോൺസിസ്റ്റൻസി റിലയബിലിറ്റി മെഷർ. അവിടെ എന്താണ് ഹൗ ക്ലോസ്ലി റിലേറ്റഡ് ഓൾ ഐറ്റംസ് ആർ, അതാണ് ഇവിടെ ചെക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും എത്രത്തോളം ക്ലോസ്ലി റിലേറ്റഡ് ആണെന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതില് മൂന്ന് എന്താണ് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇത് ചെക്ക് ചെയ്തിട്ട് ക്രോൺബാഷ് ആൽഫ ചെക്ക് ചെയ്തിട്ട് 0.90 ആൻഡ് എബോവ് ആണെന്നുണ്ടെങ്കിൽ എക്സലന്റ് റിലയബിലിറ്റി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. 0.80 ആണ് ടു 0.89 ആണെങ്കിൽ ഗുഡ്, ആൻഡ് 0.71 ആണെന്നുണ്ടെങ്കിൽ 0.70 ടു 0.79 ആണെങ്കിൽ അക്സെപ്റ്റബിൾ. അതിന്റെ താഴേക്ക് ഉള്ളതൊക്കെ അത്രക്ക് പുവർ ആയിട്ടുള്ള റിലയബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ മീൻ ചെയ്യുക. ഇത്രേ ഉള്ളൂ ഈ ഒരു സംഭവത്തിൽ പറയാനുള്ളത്. റിലയബിലിറ്റി എന്താണെന്ന് മനസ്സിലായി. അതായത് മൂന്ന് റിലയബിലിറ്റി ടെസ്റ്റ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒന്ന് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി, രണ്ട് കൂടെ റിച്ചാർഡ്സൺ, ക്രോൺബാഷ് ആൽഫ. ഇതിനൊക്കെ എന്താണ് പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ബട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്ര, ഇനി എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരാവുന്നതുമാണ്. നെക്സ്റ്റ് നമ്മൾ ഇത് ഈ നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ. ക്വസ്റ്റ്യന് നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിട്ടില്ല ആക്ച്വലി. അപ്പൊ നമ്മളിവിടെ റിലയബിലിറ്റി മെഷർ ചെയ്തു. ദെൻ അനാലിസിസ് yielded ദ ക്രോൺബാഷ് ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് 0.90. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ 0.90 ആണെന്നുണ്ടെങ്കിൽ നല്ല റിലയബിലിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളിപ്പോ ഓരോന്ന് പറഞ്ഞല്ലോ, അക്സെപ്റ്റബിൾ ആണോ, റിലയബിലിറ്റി നല്ലോണം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്താണ് നല്ലോണം റിലയബിലിറ്റി ഉണ്ട് എന്നാണ് ഇവിടുത്തെ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ സിൻസ് ദ ടെസ്റ്റ് വാസ് ഫെയർലി ലോങ് ആൻഡ് ദ ആൽഫ കോഎഫിഷ്യൻ വാസ് ഓൾസോ ക്വൈറ്റ് ഹൈ, ആൻഡ് അറ്റംപ്റ്റ് വാസ് made to develop two short versions of equal length by randomly dividing the test item. അപ്പോൾ നമ്മൾ 60 ഐറ്റംസ് ഉള്ള ഒരു ടെസ്റ്റ് ആണല്ലോ ഈ ഒരു സൈക്കോമെട്രീഷ്യൻ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ കുറെ ലോങ് ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഈ സൈക്കോമെട്രീഷ്യൻ എന്ത് ചെയ്തു, ഇതിനെ രണ്ടാക്കിയിട്ട് ഷോർട്ട് വേർഷൻസ് ആക്കിയിട്ട് ഈക്വൽ ലെങ്ത് ആയിട്ടുള്ള രണ്ട് വേർഷൻസ് ആക്കിയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഒന്നില് 30 ഉണ്ടാവും, ഒന്നില് 30 ഉണ്ടാവും, അങ്ങനെ ആയിട്ടുള്ള items ആക്കി മാറ്റി. The 60 item version was then correlated with the already established abstract reasoning test using n is equal to 500. ഇതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ദ കോറിലേഷൻ ബിറ്റ്വീൻ ദ ന്യൂ ആൻഡ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ടെസ്റ്റ് വാസ് 0.24, സിഗ്നിഫിക്കന്റ് അറ്റ് 0.1 ലെവൽ. അപ്പോൾ നമ്മൾ ഈ നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിലും ഈ സിഗ്നിഫിക്കന്റ് അറ്റ് ഇത്ര ലെവൽ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പി വാല്യൂ എന്നാണ് ഇതിന് പറയാ. അത് ഡീറ്റെയിൽ ആയി നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഇവിടെ പി വാല്യൂ എന്ന് പറയുന്നത് 0.05 കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് അല്ല എന്നാണ് അർത്ഥം. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 ആണെന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ് എന്നാണ് അർത്ഥം. ഇനി പി വാല്യൂ 0.01 ഈ P is equal to or less than or equal to 0.01 ആണെന്നുണ്ടെങ്കിൽ ഹൈലി സിഗ്നിഫിക്കന്റ് ആണെന്ന് അർത്ഥം. ഇത് ഞാൻ ഒരു ടേബിൾ ആക്കി ഞാൻ വേറെ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഹൈലി സിഗ്നിഫിക്കന്റ് ആണ് ഇവിടുത്തെ ഒരു കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടു ഒബ്റ്റെയിൻ ഇന്റർ ഐറ്റം കോറിലേഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോറിലേഷൻ കോഎഫിഷ്യൻ ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ എബവ് അനാലിസിസ്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ടു ഒബ്റ്റെയിൻ ഇന്റർ ഐറ്റം കോറിലേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്റർ ഐറ്റം കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഐറ്റം 1ന് ഐറ്റം 2 ആയിട്ട് കോറിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഓരോ
ആയിട്ടും അടുത്ത ഓരോരോ ഐറ്റംസ് ആയിട്ട് ഓരോ ഐറ്റംസ് ആയിട്ടും കോറിലേഷൻ ഉണ്ടോ നോക്കുന്നതാണ് ഇന്റർ ഐറ്റം കോറിലേഷൻ. അപ്പൊ ഇവിടെ ഏത് എന്താണ് കോറിലേഷൻ ആണ് യൂസ് ചെയ്യാന്നുള്ളതാണ്, കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇത് ഓരോന്നും എന്താണെന്ന് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായത് റാങ്ക് ഡിഫറൻസ് കോറിലേഷൻ, ബൈസീരിയൽ കോറിലേഷൻ, പോയിന്റ് ബൈസീരിയൽ കോറിലേഷൻ, ഫൈ കോഎഫിഷ്യന്റ്, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ രണ്ട് ഡൈക്കോട്ടോമസ് വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എസ് ഓർ നോ, അതായത് എസ് ഓർ നോ എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനിലെ പോലെ നമ്മൾ ഏതെങ്കിലും 5 ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഓരോ ഐറ്റത്തിനും 5 ഓപ്ഷൻസ് ആണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒന്നാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 4 അതിൽ 0 മാർക്കും, ഏതെങ്കിലും ഒന്ന് 1 മാർക്കിനുള്ളതുമാണ്. അപ്പൊ ഇതെന്താണ്, ഡൈക്കോട്ടോമസ് ആയിട്ടുള്ള വേരിയബിൾ ആണ്. അപ്പൊ ഇത് തമ്മിലല്ലേ നമ്മൾ കോറിലേഷൻ നോക്കുന്നത്. ടെസ്റ്റ് 1 ഐറ്റം 1ഉം ഐറ്റം 2 നോക്കുമ്പോൾ രണ്ടും ഡൈക്കോട്ടോമസ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. അപ്പൊ ഇവിടെ ഫൈ കോഎഫിഷ്യന്റ് ആണ്. ഇങ്ങനെ വരുമ്പോൾ രണ്ട് ഡൈക്കോട്ടോമസ് ആയിട്ടുള്ള വേരിയബിൾസ് വരുമ്പോൾ ഫൈ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഒരു ഡൈക്കോട്ടോമസും ഒരു കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ലൈക്ക് സ്കെയിലൊക്കെ യൂസ് ചെയ്യുമല്ലോ. അതായത് നമ്മൾ എഗ്രി, എന്താണ് എന്താണ് നമ്മൾ കുറച്ച് എഗ്രി ചെയ്യുന്നു, എന്താണ് മോഡറേറ്റ് ആയിട്ട് എഗ്രി ചെയ്യുന്നു, നല്ലോണം എഗ്രി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പിലുള്ള ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതാണ് കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പോൾ ഒരു ഡൈക്കോട്ടോമസും ഒരു കണ്ടിന്യൂസും തമ്മിലുള്ള കോറിലേഷൻ ആണ് നോക്കുന്നതെങ്കിൽ അവിടെ പോയിന്റ് ബൈസീരിയൽ ആണ്. ഇനി ഇതല്ലാതെ ബൈസീരിയൽ അങ്ങനത്തെ സംഭവങ്ങളോ, പ്രൊഡക്റ്റ് മൊമെന്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ റെലവെന്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് ഇപ്പൊ പഠിച്ചു പോവാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയബിൾസ് മാത്രം, ഒരു കണ്ടിന്യൂസും വേറൊരു കണ്ടിന്യൂസും തമ്മിലുള്ള കോറിലേഷൻ, കണ്ടിന്യൂസ് വേരിയബിളും തമ്മിലുള്ള കോറിലേഷൻ ആണ് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ പിയേഴ്സൺ ആർ എന്താണ് കോറിലേഷൻ ആണ് യൂസ് ചെയ്യുക. ഇനി റാങ്ക്ഡ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ അത്രേ ഉള്ളൂ പറയണത്. നമുക്ക് മനസ്സിലായി രണ്ട് ഡൈക്കോട്ടോമസ് വേരിയബിൾസ് തമ്മിലുള്ള ഐറ്റമാണ് നമ്മുടെ ഈ പെർട്ടിക്കുലർ